ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. നമ്മൾ വിചിന്തനത്തിനായിട്ട് എടുക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6, 16, 18 വാക്യങ്ങളാണ്. തപസ് കാലത്തിൻ്റെ ആദ്യ ദിനമാണ്. ഒരു പ്രത്യേക കാലഘട്ടമാണെന്ന് നമുക്കറിയാം. മനസ്സിന് അല്പം ശാന്തതയും സമാധാനവും സ്വസ്ഥതയുമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന ഒരു അവസരത്തിൻ്റെ കാലഘട്ടമാണ്. ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കുന്ന ഈ യാത്ര നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പര്യവസാനിക്കണം എങ്കിൽ തീർച്ചയായും നമ്മൾ നമ്മളെ തന്നെ ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലിയോ 14-ാമൻ പാപ്പ തപസ്സുകാല ചിന്തകളായി 3 പ്രധാനപ്പെട്ട ചിന്തകൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നുണ്ടല്ലോ. 1, ശ്രദ്ധയോടെ മറ്റുള്ളവരെ കേൾക്കുക. അർത്ഥപൂർണമായ രീതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഉപവസിക്കുക. 3, കൂടെ നടക്കുക. നമുക്കറിയാം, തപസ്സുകാലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ചിന്തകൾ നമ്മൾ വചനത്തിലൂടെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്, എങ്ങനെയാണ് ദാനധർമ്മം ചെയ്യേണ്ടത്. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു വളരെ മനോഹരമായിട്ട് ഇതെങ്ങനെ ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അവരുടെ മുൻപിൽ വച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ തപസ്സുകാലം ആരംഭിക്കുന്നത് തന്നെ നെറ്റിത്തടങ്ങളിൽ പുരോഹിതൻ ചാരം കൊണ്ട് കുരിശടയാളമിട്ടുകൊണ്ടാണ്. അതൊരു മുദ്രയായി തന്നെ നമ്മൾ സ്വീകരിക്കണം, ഒരടയാളമായിട്ട് തന്നെ നമ്മൾ സ്വീകരിക്കണം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ അഭിപ്രായത്തിൽ കുറേയധികം കഠിനമായ തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അത് നടക്കാതെ പോകുമ്പോൾ കഠിനമായ വേദനയിലോട്ടും നമ്മൾ പോകാറുമുണ്ട്. കുഞ്ഞു കുഞ്ഞു തീരുമാനങ്ങൾ എടുക്കുക. കുഞ്ഞു കുഞ്ഞു തീരുമാനങ്ങളെടുത്ത് അവസാനം അതൊരു വലിയ സ്വപ്നമായിട്ട്, വലിയ ആഗ്രഹങ്ങൾ സ്വന്തമാക്കിയ ഒരനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകും. ഇന്നു മുതൽ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് കുഞ്ഞു കുഞ്ഞു തീരുമാനങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഓരോ ദിവസവും ജപമാല ചൊല്ലുക, ഓരോ ദിവസവും നല്ല പ്രവൃത്തികൾ ചെയ്യുക, ഓരോ ദിവസവും വചനം വായിക്കുക. എനിക്ക് തോന്നുന്നു നമുക്കും ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് ആ വലിയ സ്വപ്നത്തെ നമുക്ക് സ്വന്തമാക്കാം. പലപ്പോഴും സംഭവിക്കുന്നത്, നോമ്പുകാലം ആകുമ്പോൾ നമ്മൾ തന്നെ വലിയ തീരുമാനങ്ങളൊക്കെ എഴുതി വയ്ക്കും. ഒരുപക്ഷെ അതിലെ ഒരു തീരുമാനം പോലും സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത്, പ്രവൃത്തികൾ ചെയ്ത്, ചിന്തകളിലൂടെ ഈ നോമ്പുകാലം അതിൻ്റെ അർത്ഥതയിൽ മനസ്സിലാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് വേദനിച്ച ഒരു കാലഘട്ടമാണ്. അവൻ്റെ ആ സ്നേഹത്തെ മനസ്സിലാക്കി അവൻ്റെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് ആത്മാർത്ഥതയോടെ ശുദ്ധീകരിക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് നമുക്ക് മാറ്റാം. മൃതസംസ്കാര ചടങ്ങിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. മണ്ണിൽ നിന്നെടുത്ത ശരീരം നാം മണ്ണിലേക്ക് നിക്ഷേപിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ അഹംഭാവം, അഹങ്കാരം, ഞാനെന്ന ഭാവമൊക്കെ മാറ്റി നിർത്തേണ്ട അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ട ഒരവസരമാണ്. വെറും ചാരമാണ്, വെറും മണ്ണാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നെറ്റിത്തടങ്ങളിൽ വരയ്ക്കുന്ന ഓരോ കുരിശടയാളവും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നുമല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ സ്നേഹത്തെ പ്രതി കർത്താവ്
തൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും ഒക്കെ നമുക്ക് നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിലും ആത്മാവിലും ഒരു പൂർണ്ണത, ശുദ്ധതയുടെ പൂർണ്ണത ഉണ്ടാകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും മനസ്സിൻ്റെ ശുദ്ധത, ആത്മാവിൻ്റെ ശുദ്ധത, നമ്മുടെ നാവിൻ്റെ ശുദ്ധത, ശരീരത്തിൻ്റെ ശുദ്ധതയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് നമുക്ക് ഈ നോമ്പ് കാലം ആരംഭിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധമായ അനുഗ്രഹങ്ങൾ നേരുന്നു. കുഞ്ഞു കുഞ്ഞു തീരുമാനങ്ങളെടുത്ത് കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ സ്വപ്നത്തിൽ നമുക്കും പങ്കുചേരാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.